അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. സ്നാപക യോഹന്നാന്റെ ജനനത്തിനു മുൻപ് ഏലീശുവ പുണ്യവതിയെ സന്ദർശിച്ച് 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ അമ്മയുടെ പരസ്നേഹത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനും ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മറിയ, ആവേ ആവേ മറിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവും രക്ഷകനുമായ ഉണ്ണീശോയെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് പുൽക്കൂട്ടിൽ കിടത്തിയ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദാരിദ്ര്യത്തെക്കുറിച്ചും അതിലടങ്ങിയ ദൈവസ്നേഹത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ മനസ്സ് തളർന്നു പോകാതെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനും
സഹനങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ആവേ 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 മറിയ ആവേ 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 മറിയ. നാലാം ദൈവരഹസ്യം. ദൈവഹിതത്തിനു കീഴ്വഴങ്ങി
ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച പരിശുദ്ധ അമ്മയുടെ അനുസരണത്തെ നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, മാതാപിതാക്കളെ അനുസരിക്കാതെ തിന്മയിൽ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മരിയ ആവേ ആവേ
രണ്ടാം ദൈവരഹസ്യം. കാണാതെ പോയ തൻ്റെ തിരുക്കുമാരനെ 3-ാം ദിവസം ജ്ഞാനികളുടെ മധ്യേ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ഈശോയുടെ പ്രേക്ഷിത വയലിൽ ജോലി ചെയ്യുവാൻ ധാരാളം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യം മുട്ടുകുത്തി കൈകൾ വിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും
സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മറിയ ആവേ 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 മറിയ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ കൃപ ചെയ്തിടണമേ, പാരിത്രാണകനേ കൃപ ചെയ്തിടണമേ, റൂഹായേ കൃപ ചെയ്തിടണമേ, മിശിഹാനാഥനു ജന്മം നൽകിയ ധന്യയായൊരു കന്യാമാതേ പ്രാർത്ഥിച്ചിടണമേ, ദൈവിക ജീവൻ ഉറവിടം ദിവ്യ നിർമ്മല കന്യാംബികയെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, സ്വർഗീയമാം പരിശുദ്ധി നിറഞ്ഞൊരു കന്യാമേ നിർമ്മല റാണി ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, പതിവ്രതയാകും പരിശുദ്ധേ നീ ചാരിത്രത്തിൻ സംരക്ഷികയെ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, സ്നേഹത്തിന്റെ നികേതനമേ നീ വരകിടം വാഴ്ത്തം റാണി ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, വിജ്ഞാനത്തിൻ സുരഭില സുന്ദര പുഷ്പ മറിയാംബികയെ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, ശക്തിതമാം നിൻ മധ്യസ്ഥത്താൽ അനുദിനമങ്ങു നയിച്ചിടണമേ, ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, വിശ്വാസത്തിൻ വിജയം നേടിയ വിജ്ഞാനത്തിൻ സിംഹാസനമേ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, പാവന സന്തോഷത്തിൻ കിരണം വീശിയ കരുണാല പൂവേ ജ്ഞാനത്തിൻ പേടകമേ നീ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, വേദന തിങ്ങിയ മരുഭൂമികളിൽ വീഴുന്നവരുടെ ആശ്രയമേ നീ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, ദൈവിക ദൂതഗണത്തിൻ രാജ്ഞി പുണ്യപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, സ്നേഹന്മാരുടെ റാണി മാനവ കന്യകമാരുടെ മാതൃകയെ നീ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, രക്താങ്കിതരുടെ സ്വർഗീയ രാജ്ഞി വന്യന്മാരുടെ നിർമ്മല റാണി ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, ജപമാലർച്ചിത രാജ്ഞി കർമ്മല സഭയുടെ റാണി യമലോത്ഭവയെ ഞങ്ങൾക്കായി നിത്യം പ്രാർത്ഥിച്ചിടണമേ, ഭാരി പാപം നീക്കും ദൈവിക കുഞ്ഞാടാകും മിശിഹാനാഥ നിത്യം മോചിച്ചിടണമേ, ഭാരി പാപം നീക്കും ദൈവിക കുഞ്ഞാടാകും മിശിഹാ
മിശിഹാനാഥ. പ്രാർത്ഥനകൾ നിത്യം കൈക്കൊണ്ടിടണമേ. പാരിൻ പാപം നീക്കും ദൈവിക കുഞ്ഞാടാകും മിശിഹാനാഥ. ഞങ്ങളിൽ എന്നെന്നും കൃപ ചെയ്തിടണമേ. താരാ ദൈവമേ നീ കൃപ ചെയ്തിടണമേ. പാരിൻ പ്രാണകരേ കൃപ ചെയ്തിടണമേ. പാവന റൂഹായേ കൃപ ചെയ്തിടണമേ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠാജപം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിസകനിക മറിയമേ, അധർമ്മങ്ങൾ കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ തരത്തിലുള്ള സങ്കടങ്ങൾ നിമിത്തം വലയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ തിരുസുതനായ മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി പ്രാർത്ഥിച്ചു തരണമേ. തിരുസഭയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സമാധാനവും നൽകണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന ഞങ്ങൾ പരിശുദ്ധമായി ജീവിക്കുന്നതിനും പ്രേഷിത ചൈതന്യത്തിൽ വളരുന്നതിനും ഇടവരുത്തണമേ. അമലോത്ഭവയായ കന്യകാമാതാവേ, ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ കരുണാപൂർവം സ്വീകരിക്കുകയും അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ദൈവവും മനുജരുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദുഃഖിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളത്തെ കാര്യപരിപാടിയുടെ ഒരു ഓർമ്മിപ്പിക്കൽ. ആദ്യത്തെ കുർബാന, രാവിലത്തെ കുർബാന പതിവുള്ള സമയത്ത് 6:30 മണിക്കായിരിക്കും. വൈകിട്ട് 4:30 മണിക്ക് പ്രസുതേന്തി വാഴ്ചയോടുകൂടിയാണ് നമ്മൾ തിരുനാൾ കർമ്മങ്ങൾ സമാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 4:30 മണിക്കുള്ള പ്രസിദ്ധി വാഴ്ചയ്ക്ക് സന്നിഹിതരാകുന്ന എല്ലാവർക്കും മാത്രമേ കിരീടം, തിരുനാളിന് പ്രസിദ്ധിമാരണിയുന്ന കിരീടം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണമാണ്. എല്ലാവരും പ്രദർശനത്തിൽ പങ്കെടുക്കണം. വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്രദർശനം നടത്തുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും നേരത്തെ പറഞ്ഞ വിധത്തിൽ ആദ്യമേ ശ്ലീവാ കുരിശ്, അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് 6 കുരിശുകൾ നിരയായി നിരക്കുന്നു. അതിന് പിറകിലായിട്ട് ആളുകൾ സാധിക്കുന്നിടത്തോളം നിരയായി ചേർന്ന് പ്രദർശനം മനോഹരമാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇത് ജപമാല പ്രദക്ഷിണമാണ്. വാദ്യമേളങ്ങളുടെ ശബ്ദമുണ്ട്, അത് ശരി തന്നെ. എന്നിരുന്നാലും നമ്മൾ പ്രാർത്ഥന നിർഭരരായി വേണം ഇതിൽ പങ്കെടുക്കാനായിട്ട്. ജപമാല കയ്യിലേന്തി കത്തിച്ച തിരി കൈകളിൽ വഹിച്ചുകൊണ്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു.
രഹസ്യങ്ങളുടെ റോസാ പുഷ്പമായ പരിശുദ്ധ അമ്മയുടെ കൊണ്ടുള്ള പള്ളി പ്രദക്ഷിണം ആരംഭിക്കും. നമുക്കെല്ലാം കാഴ്ചക്കാരാതെ പങ്ക് പ്രാർത്ഥന നിർബന്ധ ദിവ്യ പള്ളി അത്ഭുത പ്പെട്ടിട്ടുണ്ട്. ിന്റെ സുഗന്ധ അഭിഷേകം കൊണ്ട് നിറച്ച പരിശുദ്ധ അമ്മ ഇതാ മുല്ല അലങ്കൃത രൂപക്കൂട്ടിൽ പള്ളി ചുറ്റി ഈ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നീങ്ങുന്ന അത്ഭുത നമുക്കെല്ലാവരും ചേരാം. പരിശുദ്ധ അമ്മ ജപമാല ഞങ്ങൾക്ക് പ്രാർത്ഥനാ മന്ത്രണങ്ങൾ നമ്മുടെ എല്ലാ കണ്ഠങ്ങളിൽ നിന്നും ഉയരട്ടെ. ദൈവഗീതത്തിന് മുൻപിൽ പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ അമ്മ, ദൈവ ജീവിത വില കൊടുക്കാൻ തയ്യാറായ പരിശുദ്ധ അമ്മ ഇതാ നമ്മെയും ദൈവ തിരുഗീതത്തിന് മുമ്പ് പൂർണ്ണമായി സമർപ്പിക്കുവാൻ വിളിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. ജീവിതത്തിന്റെ നിരവധി സന്ധികളിൽ ഇതാ ദൈവഹിതം തേടും ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതങ്ങളായി മാറുവാൻ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനാ മന്ത്രണങ്ങളോടെ ഈ പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കുചേരാം. ലോകം മുഴുവനും എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രദക്ഷിണങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജനത ഇതാ ലോകം മുഴുവൻ എവിടെയെല്ലാം ജപമാല പ്രദക്ഷിണങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച പരിശുദ്ധ അമ്മ, അതിന് മധ്യസ്ഥമേകിയ പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണത്തിൽ കാഴ്ചക്കാരായി നിൽക്കാതെ ഏവരും പങ്കുചേരണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകം മുഴുവനും നാം കാണുന്ന ഒരു പ്രതിഭാസം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ കണ്ണീർ വാർക്കുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് സുഗന്ധ തൈലമൊഴുകുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് രക്തക്കണ്ണീർ. ഇതാ തിരുസ്വരൂപങ്ങൾ, അതേ തിരുസ്വരൂപങ്ങൾ ഈ അനുഗ്രഹപ്രദമായ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് പാത്രീഭൂതരാകാം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് അരുളി ചെയ്തു ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ ഇതാ ഈ തിരുനാൾ ദിനത്തിൽ ദൈവഹിതത്തിന് സമർപ്പിച്ച്
ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിലുടനീളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ നമ്മെ ക്ഷണിക്കുകയാണ്. തന്നിഷ്ടവും തോന്നിവാസവുമല്ല ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത്, ദൈവമാണെന്നും ദൈവത്തിന്റെ ഹിതത്തിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം ജീവിതം പരിശുദ്ധ അമ്മ ദൈവഹിതം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ വിളിക്കുകയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇതാ ഈശോയുടെ ആഹ്വാനങ്ങള് മനസ്സിലേറ്റി നിശബ്ദം നമ്മോട് പ്രഘോഷിക്കുന്ന പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് മുമ്പ് പൂർണ്ണമായി സമർപ്പിക്കുക, ദൈവഹിതത്തിന്റെ ദൈവ തിരുമനസ്സിന്റെ പ്രയോക്താക്കളായി മാറുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഇതാ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം പള്ളിച്ചുറ്റി നമ്മുടെ ദേശത്തെയും നമ്മുടെ ജനം മുഴുവനെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് ആശീർവാദത്തിന്റെ കരങ്ങളുയർത്തി നീങ്ങുന്ന ഈ പ്രദക്ഷിണത്തിൽ നമുക്കേവർക്കും പങ്കെടുക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് നമുക്ക് പാത്രീഭൂതരാകാം. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല ഞങ്ങളുടെ നിരവധിയായ ദുഃഖങ്ങള് വേദന ആരോഗ്യാനാവ ജീവിതത്തിന്റെ പച്ചയായ നൊമ്പ അമ്മയുടെ മദ്ദങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് തുണയും മധ്യസ്ഥവുമേകണമേ എന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങൾ നമ്മുടെ കണ്ഠങ്ങളിൽ ഉയരട്ടെ. ദൈവത്തിന് ജീവിതത്തിൽ വിലക്കാൻ തയ്യാറായ പരിശുദ്ധ അമ്മ, ദൈവമാതാവിനുള്ള തിരുമനസ് സ്വീകരിച്ചതുകൊണ്ട് അപവാദങ്ങളേൽക്കുന്ന പരിശുദ്ധ അമ്മ, ഈശോയുടെ മാതാവ്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സംശയിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മ ഇതാ സംശയിക്കപ്പെടുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് സങ്കേതവുമാണ് എന്ന കാര്യം മറന്നു. പരിശുദ്ധ അമ്മേ, അപവാദങ്ങൾ ഏൽക്കുന്ന നിന്ദനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങൾ തുണയും മധ്യസ്ഥവുമേകണമേ എന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങളോട് ഈ ജപമാല നമുക്ക് പങ്കുചേരാം. പരിശുദ്ധ ജപമാല പ്രദക്ഷിണങ്ങൾ എല്ലാം സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മധ്യസ്ഥമേകിയ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങൾക്കും തുണയേകട്ടെ. പരിശുദ്ധ അമ്മ ആശീർവാദത്തിന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തി നമ്മുടെ പള്ളി ചുറ്റി നീങ്ങുന്ന അത്ഭുത മണിക്കൂറിൽ കാഴ്ചക്കാരായി മാറി നിൽക്കാതെ ത്യാഗത്തോടെ അർപ്പണ മനോഭാവത്തോടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന്
നമുക്ക് അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാം. ദൈവമാതാവാകാനുള്ള തീരുമാനമൊന്നും അപവാദങ്ങളേൽക്കേണ്ടി വന്ന പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ തിരുഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിയതുകൊണ്ട് മാത്രം സംശയിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മ ഇതാ ജീവിതത്തിന്റെ പച്ചയായ നൊമ്പരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയും സങ്കേതവും മധ്യസ്ഥവുമാണ് എന്ന കാര്യം മറന്നുപോകാതെ പ്രാർത്ഥനാ മന്ത്രണങ്ങളോടെ ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് നമുക്ക് അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാകാം. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ, ഉഷകാല നക്ഷത്രമായ പരിശുദ്ധ അമ്മ, സകല വിശുദ്ധരുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ, ഇതാ സകല വിശുദ്ധരുടെയും മധ്യസ്ഥ ശക്തിയെ നമ്മളിലേക്ക് പ്രവഹിപ്പിക്കാൻ വിലയ മധ്യസ്ഥ ശക്തിയുള്ള പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിലാണ് നാം പങ്കുചേരുന്നത് എന്ന കാര്യം മറന്നുപോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് തുണയും സങ്കേതവുമേകണമേ എന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങളോടെ ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കുചേരാം, പ്രാർത്ഥിക്കാം. സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയെ സ്വർഗം മുഴുവൻ ആവേശ ഉത്സവഘോഷത്തോടെ വരവേറ്റതിന്റെ ഓർമ്മയെ പുൽകുന്ന ഈ പ്രദക്ഷിണത്തിൽ ഇതാ നമുക്കും പങ്കുചേരാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് തുണയും സങ്കേതമേകണമേന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങളോട് നമുക്ക് ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാം, പ്രാർത്ഥിക്കാം. പൊന്നൊളി വിതരേ
ഈശോ പറഞ്ഞു, ദൈവവചനം അനുസരിക്കുകയും ദൈവവചനം ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്, അവ പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരനും. ഇതാ ദൈവവചനം ശ്രമിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവരെ പരിശുദ്ധ അമ്മയോടവും അമ്മയേക്കാൾ അധികമായി പ്രതിഷ്ഠിക്കുന്ന ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവവചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വചനം മാംസമായി അവതരിക്കാൻ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവചനത്തിനും ദൈവത്തിന്റെ തിരുമനസ്സിനും പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ. ആ അമ്മ ആശീർവാദത്തിന്റെ അനുഗ്രഹത്തിന്റെ കരമുയർത്തി നമ്മിലേക്ക് അനുഗ്രഹത്തിന്റെ പൂമഴ ചൊരിയുന്ന അത്ഭുത മണിക്കൂറിലാണ് നാം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ അതരങ്ങളിൽ നിന്നും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരട്ടെ. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് തുണയും സങ്കേതമേകണമേ എന്ന് നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ദൈവവചനത്തിന് ജീവിതത്തിൽ, ദൈവത്തിന്റെ തിരുമനസ്സിന് ജീവിതത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ ബന്ധങ്ങളിൽ ഉയരട്ടെ. കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യത്തിലേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ട് നമ്മെ പരിശുദ്ധ അമ്മ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുക. തന്നിഷ്ടമല്ല, തോന്നിവാസമല്ല നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ദൈവ തിരുഹിതമാണ് എന്ന് പരിശുദ്ധ അമ്മ ഈ തിരുനാൾ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് മധ്യസ്ഥമേകണമേ, തുണയും സങ്കേതമേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പച്ചയായ നൊമ്പരങ്ങള് പരിശുദ്ധ അമ്മയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു. ദൈവത്തിന്റെ തിരുവിഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് സ്വർഗത്തിൽ സകല വിശുദ്ധരുടെയും രാജ്ഞിയായി വിരാജിക്കുന്ന പരിശുദ്ധ ജപമാല രാജ്ഞി, ഇതാ ആ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, പരിശുദ്ധ ജപമാല രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ്. സകല വിശുദ്ധരുടെയും മധ്യസ്ഥത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥവും കൂടിയാകുമ്പോൾ ഇതാ പ്രിയമുള്ളവരെ, ഈ തിരുനാളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമല്ല, ഇതാ സകല വിശുദ്ധരുടെയും രാജ്ഞിയായ ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മാത്രമല്ല, സകല വിശുദ്ധരുടെയും മധ്യസ്ഥ ശക്തി നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം, പ്രാർത്ഥിക്കാം. നിൻചാരത്തോടിയണഞ്ഞവരെ
കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീര്യമേറിയ വീഞ്ഞാക്കി മാറ്റാൻ ശൂന്യമായ കൽഭരണികൾ നിറച്ച പച്ചവെള്ളത്തെ വീര്യമേറിയ വീഞ്ഞാക്കി മാറ്റാൻ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ അത്ഭുത മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ ഇതാ നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയും സങ്കേതവുമാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മുടെ കണ്ടങ്ങളിൽ നേരട്ടെ. ആ തിരു കൈകളിൽ താങ്ങിയെന്നെ നീ വരുമോ? ജപമാല പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലേക്ക് കയറുന്ന സമയം, തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം എല്ലാവരും പൂവർഷത്തോടെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും കൈകളിൽ പൂക്കൾ, ഇവിടെ നിന്ന് നൽകപ്പെടുന്ന പൂക്കൾ ശേഖരിച്ച് പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ സ്നേഹവും ആദരവും പ്രകടമാക്കി സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹ പൂമഴ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്ന പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിക്കുമാറ് പൂവർഷം നടത്തി പുഷ്പവൃഷ്ടിയോടെ പരിശുദ്ധ അമ്മയെ നാം തിരിച്ച് ഈ ദേവാലയത്തിലേക്ക് വരവേൽക്കുകയാണ്. ലോകം മുഴുവൻ എവിടെയൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അതിനു മുൻപായി മുല്ലപ്പൂവിന്റെ സുഗന്ധ പരിമളം വർഷിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മ ഇതാ മുല്ലപ്പൂ കൊണ്ട് അലങ്കൃതമായ പേടകത്തിൽ പള്ളി ചുറ്റി നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് നീങ്ങുകയാണ്. എവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ജപമാല പ്രദക്ഷിണങ്ങൾ നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മധ്യസ്ഥമേകിയ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങൾക്ക് മധ്യസ്ഥമേകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, തുണയും സങ്കേതവുമാകണമേ. മാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നൊരു നിരപരാധി ഞാൻ. മാതാവേ, ദേവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നൊരു നിരപരാധി ഞാൻ. മാതാവേ, ദേവമാതാവേ, മായി പൂവർഷത്തോടെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ തിരിച്ച് ഈ ദേവാലയത്തിലേക്ക് വരവേൽക്കാൻ പോകുന്ന അനുഗ്രഹപ്രദമായ മുഹൂർത്തത്തിലേക്കാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കൈകളിൽ പൂക്കൾ ശേഖരിച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂവർഷത്തോടെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇതാ സ്വർഗത്തിൽ നിന്ന്
അനുഗ്രഹത്തിന്റെ പൂമഴ നമ്മളിലേക്ക് ചൊരിയുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയെ ഓർമ്മിപ്പിക്കുമാറ് പൂവർഷത്തോടെ നാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ തിരിച്ച് ദേവാലയത്തിലേക്ക് വരവേൽക്കാൻ അണിനിരക്കുന്ന ഈ സമയം പള്ളിയുടെ മുൻവശത്ത് ഇരുഭാഗങ്ങളിലുമായി അണിനിരന്ന് പൂവർഷത്തോടെ നാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ വരവേൽക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചവരെല്ലാം പാപം ചെയ്തവരാണോ? ഇത്രമേൽ പാപം ചെയ്തവരാണോ? അല്ലെങ്കിൽ എന്തിനീ പാനപാത്രം കൈപ്പൂവെള്ളം നിറച്ചു നീ തന്നു മാതാവേ, ദേവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നൊരു നിരപരാധി ഞാൻ. മാതാവേ, ദേവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നൊരു നിരപരാധി ഞാൻ. മാതാവേ, ദേവമാതാവേ, മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നൊരു നിരപരാധി ഞാൻ. മാതാവേ, ദേവമാതാവേ, ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മ ദൈവ തിരുവിഷ്ടത്തിന്റെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിച്ച് ജീവിതത്തിൽ ഉന്നത വിരാജിതയായ പരിശുദ്ധ അമ്മ ഇതാ നമ്മെയും ദൈവ തിരുഹിതത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരർ? ഈശോ ചോദിച്ചു. ഈശോ അരുളി ചെയ്തു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല ചെയ്തത്. എൻ്റെ അമ്മ അമ്മയായത് ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ദൈവവചനത്തിന് ആരെല്ലാം ജീവിതത്തിൽ വില കൊടുക്കുന്നുവോ അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ അതേ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന് ഇതാ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
പരിശുദ്ധ അമ്മ നിശബ്ദം നമ്മോട് ആവശ്യപ്പെടുകയാണ്. തന്നിഷ്ടങ്ങൾക്കല്ല, തോന്നിവാസങ്ങൾക്കല്ല, ദൈവ തിരുഹിതത്തിനാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ദൈവവചനത്തെ ജീവിതത്തിൽ വില കൊടുക്കാൻ തയ്യാറാകണമെന്നും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇതാ ആ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം, ഇതാ ആ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം പള്ളിയുടെ മുൻവശത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം എല്ലാവരുടെയും കൈകളിൽ പൂക്കൾ ശേഖരിച്ച് ഇതാ പുഷ്പവൃഷ്ടിയോടെ പരിശുദ്ധ അമ്മയെ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് തിരിച്ചു വരവേൽക്കാൻ പോകുന്ന അനുഗ്രഹപ്രദമായ പുണ്യമുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പൂമഴ നമ്മളിലേക്ക് ചൊരിയുന്ന ആ അനുഗ്രഹ പൂമഴ നമ്മളിലേക്ക് ചൊരിയാൻ വലിയ മധ്യസ്ഥമേകുന്ന പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ആ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇതാ പുഷ്പവൃഷ്ടിയോട് പുഷ്പവർഷം നടത്തി പരിശുദ്ധ അമ്മയെ തിരിച്ച് ഈ ദേവാലയത്തിലേക്ക് വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഈ ദേവാലയത്തിന്റെ മുൻവശത്ത് എല്ലാവരും ഇരുഭാഗങ്ങളിലുമായി നിലയുറപ്പിച്ച് പുഷ്പവർഷത്തോടെ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിലേക്ക് തിരിച്ചു വരവേൽക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ, ഉഷകാല നക്ഷത്രമായ പരിശുദ്ധ അമ്മ, ദിവ്യ രഹസ്യങ്ങളുടെ റോസാ പുഷ്പമായ പരിശുദ്ധ അമ്മ, ഇതാ പുഷ്പാലങ്കൃതമായ കൂടാരത്തിൽ, പേടകത്തിൽ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മിലേക്ക് സർവവിധ അനുഗ്രഹവും പൂമഴയായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അനുസ്മരിപ്പിക്കുമാറ് ഇതാ പുഷ്പവർഷം നടത്തി ഏവരും പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന ഈ സമയം നമ്മൾ ആരും മാറി നിൽക്കരുത്. പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. പരിശുദ്ധ അമ്മയെ അപേക്ഷിച്ചവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാധ്യസ്ഥവും തുണയമേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ നിമന്ത്രണങ്ങളോട് എല്ലാ അധരങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരട്ടെ, എല്ലാ അധരങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരട്ടെ. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായി അപേക്ഷിക്കവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ ഇതാ അനുഗ്രഹ പൂമഴ ചെയ്യുന്ന വളരെ അനുഗ്രഹപ്രദമായ മുഹൂർത്തത്തിലാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. കൈകൂപ്പി ഇതാ പുഷ്പവർഷം നടത്തി പരിശുദ്ധ അമ്മയെ തിരിച്ച് നമുക്ക് ഈ ദേവാലയത്തിലേക്ക് വരവേൽക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങൾ എല്ലാവരുടെയും ആദരങ്ങൾ ഉയരട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ ആശീർവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ആശീർവദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആദരങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വിങ്ങിപ്പൊട്ടിക്കരയുന്ന നിമിഷങ്ങളിൽ, ജീവിതത്തിന്റെ ആരോടും പങ്കുവെക്കാനാവാത്ത ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഇതാ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചോ. പരിശുദ്ധ അമ്മ അത് സകല വിശുദ്ധരുടെയും മധ്യസ്ഥ ശക്തിയോട് ചേർത്ത് വെച്ച് അനുഗ്രഹ പൂമഴയായി നമ്മിലേക്ക് ചൊരിയും. ആ അനുഗ്രഹ പൂമഴയെ അനുസ്മരിപ്പിക്കുമാറ് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മേ, സ്നേഹമുള്ള മാതാവേ, ഞങ്ങൾക്ക് മാധ്യസ്ഥമേകണമേ. അമ്മേ, സ്നേഹമുള്ള മാതാവേ, ജപമാല രാജ്ഞി, അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കാത്തവളെ ഞങ്ങൾക്ക് മധ്യസ്ഥവും ശക്തിയുമേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ും
പരിശുദ്ധ അമ്മേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് മധ്യസ്ഥമേകണമെന്ന പ്രാർത്ഥനാ മന്ത്രണങ്ങളോടെ പുഷ്പവർഷം നടത്തി പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥ ശക്തി വഴി അനുഗ്രഹ പൂമഴ നമ്മളിലേക്ക് ചൊരിയുന്നതിന് ഓർമ്മിപ്പിക്കുമാർ ഇതാ പുഷ്പവർഷത്തോടെ പരിശുദ്ധ അമ്മയെ തിരിച്ച് ഈ ദേവാലയത്തിലേക്ക് നാം വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആദരിക്കാം. ആ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് മധ്യസ്ഥമേകണമേ. ചരിത്രത്തിലെ ആദ്യത്തെ സക്രാറിയായ പരിശുദ്ധ അമ്മ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ, ആ അമ്മ സ്വർഗത്തിൽ നിന്ന് സകല വിശുദ്ധരുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ, സകല വിശുദ്ധരുടെയും മധ്യസ്ഥ ശക്തിയോട് കൂടെ നമ്മളിലേക്ക് അനുഗ്രഹ പൂമഴ ചൊരിയുന്നതിന് അനുസ്മരിപ്പിക്കുമാർ ഇതാ പുഷ്പവർഷത്തോടെ ആ അമ്മയെ നാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ അമ്മയുടെ മധ്യസ്ഥം തേടുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ വിങ്ങിപ്പൊട്ടിക്കരയുന്നവരുടെ അപേക്ഷകളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ ഇതാ സ്വർഗത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായി നമ്മളിലേക്ക് അനുഗ്രഹ പൂമഴ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അനുസ്മരിപ്പിച്ചുകൊണ്ട് പൂവർഷത്തോടെ പുഷ്പവൃഷ്ടിയോടെ പരിശുദ്ധ അമ്മയെ ഈ ദേവാലയത്തിലേക്ക് നാം തിരിച്ചു വരവേറ്റുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, ഉറപ്പായും സത്യമായും അനുഗ്രഹ പൂമഴ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. എല്ലാ അതരങ്ങളിലും പ്രാർത്ഥനകൾ ഉയരട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി വഴി മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായ, മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. ഇതാ അനുഗ്രഹ പൂമഴ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മയെ പുഷ്പവൃഷ്ടിയോടെ പൂവർഷത്തോടെ തിരിച്ച് ഈ ദേവാലയത്തിലേക്ക് നാം വരവേറ്റു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയോടെ തിരിച്ചു പോകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയോടെ സമാപന ആശീർവാദത്തോടെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പ് പിതാവേ, നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ, നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പ് പിതാവേ. പരിശുദ്ധ അമ്മ ഇതാ അനുഗ്രഹത്തിന്റെ പൂമഴ ചൊരിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ പുഷ്പവർഷത്തോടെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ആ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥ ശക്തിയോടെ ഇതാ നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ ഓർക്കുക, പരിശുദ്ധ അമ്മയോട് നാം പ്രാർത്ഥിക്കുമ്പോൾ സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും നമ്മോട് കൂടെയുണ്ട്. ഇതാ കർത്താവ് കൂടെയുള്ളവൾ, ദൈവ തിരുമനസ്സിന് കീഴ് വഴങ്ങിയവൾ, ദൈവവചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കാൻ തയ്യാറായവൾ. ആ അമ്മയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാനാകുമോ? ഉറപ്പായും തീർച്ചയായും ഈ നിമിഷങ്ങളിൽ അനുഗ്രഹത്തിന്റെ കലവറ പൂമഴയായി നമ്മളിലേക്ക് ചൊരിയപ്പെടും. ഇതാ പുഷ്പവർഷത്തോടെ ആ അമ്മയെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞു എങ്കിൽ ഓർക്കുക, അനുഗ്രഹത്തിന്റെ പൂമഴ നമ്മളിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ മധ്യസ്ഥ ശക്തിയിലൂടെ ഒഴുകുന്നുണ്ട്.
കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേ വിമലാംബേ ദൈവകുമാരനുമാകാമേ. രക്ഷകരോഴിനംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ നീക്കം ദൈവത്തിൻ വേഷമേ നാഥ. പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ വേഷമേ നാഥാ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ മേക്ഷമേ നാഥാ. ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിസകനിക മറിയത്തിൻ്റെ സുഹൃതങ്ങൾ പരിഗണിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ